മിനിസ്ട്രീസ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ നരകത്തിൻ്റെ ചില ആസ്പെക്ട്സാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നരകത്തിൻ്റെ പേരുകളും സ്ഥാനവും ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഒന്ന് കത്തുന്ന ഗന്ധക നദി, രണ്ടാമത് അത് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ. അത് നമ്മൾ പറഞ്ഞു തീർന്നില്ല. ലേക്ക് ഓഫ് ഫയറിന് ഗിഹന്ന എന്നൊക്കെ പറയുന്ന വാക്യം യേശു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആ വേർഡാണ് ഗിഹന്ന എന്ന് പറയുന്നത്. അത് യെരുശലേമിൻ്റെ തെക്ക് ഒരു ഇടുങ്ങിയ മലയിടുക്കുണ്ട്. അതിന് ഹിന്നോം താഴ്വര എന്നാണ് പറയുന്നത്. ഹിന്നോം താഴ്വര. യേശുവിൻ്റെ സമയത്ത് കുപ്പവാതിൽ എന്ന് പറഞ്ഞൊരു വാതിലുണ്ട് യെരുശലേമിന്, കുപ്പവാതിൽ. ഈ കുപ്പവാതിൽ കൂടി ആ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് ആ ഹിന്നോൻ താഴ്വരയിൽ കൊണ്ടുപോയി കത്തിക്കും. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടവിടെ കത്തിക്കൊണ്ടിരിക്കും. അതിന് മുമ്പും അതിനൊരു ചരിത്രം ആ താഴ്വരയ്ക്കുണ്ട് ശരിക്കും. അത് എന്താണെന്ന് ചോദിച്ചാൽ, എബ്രായ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അമോര്യരുടെ ദൈവങ്ങളായ മിൽക്കോം, മൊലേക്ക്, അതുപോലെ മാൽക്കം, കെമ്മോഷ് എന്നൊക്കെയുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങളൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ശലോമോൻ്റെ ഭരണകാലത്ത് ശലോമോൻ്റെ ഭാര്യമാരിൽ കൂടി വന്ന ദൈവങ്ങളാണ്. 2 രാജാക്കന്മാർ 16:3, 1 രാജാക്കന്മാർ 15:5, 7, 33, 2 ദിനവൃത്താന്തം 28, 1-3. ഈ വാക്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ റെഫർ ചെയ്ത് എഴുതി വെച്ചാൽ മതി. ശലോമോൻ ഭാര്യമാർ പോയി ജാതീയ ഭാര്യമാരെ എടുത്തപ്പോൾ അവരുടെ കൂടെ വിഗ്രഹങ്ങളും കൊണ്ടുവന്നു എന്ന് നമ്മൾ മറന്നുപോയി. ഇതൊക്കെയാണ് പറയുന്നത്. നമ്മൾ മാരേജിനകത്തൊക്കെ അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്. നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞ് അവസാനം മരിച്ച് ഉയരത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്ത നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഭാര്യയൊന്നും സ്വർഗത്തിലില്ലെങ്കിൽ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ചിന്തയായിരിക്കും ആ സമയത്തുണ്ടാകുന്നത്. എന്നാലും അത് പറയുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ബൈബിള് പഠിപ്പിക്കുന്നത്. ഭാര്യമാരെ എടുക്കുന്നതിൽ തന്നെയും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞ് വിശ്വാസികളായിട്ടുള്ളവരെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ ആ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യും എന്ന് വെച്ചാൽ ഈ ദേവന്മാരെ, മിൽക്കോം എന്ന് പറയുന്ന ദേവന്മാരിന്, മൊലേക്ക് എന്ന് പറയുന്ന ദേവന്മാർക്കൊക്കെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ബലി കഴിച്ചു കൊടുക്കുന്ന ഒരു സംഭവം, പുത്രന്മാരെ അഗ്നിപ്രവേശനം ചെയ്യുന്ന ഒരു സ്ഥലം. എന്നാൽ പിന്നീട് അത് അവരുടെ രാജഭരണമൊക്കെ കഴിഞ്ഞല്ലോ. പിന്നീട് ഈ യെരുശലേമൊക്കെ പല രാജാക്കന്മാരും ഒക്കെ ഭരിച്ച് പ്രവാസത്തിലേക്കൊക്കെ പോയി. അതെല്ലാം കഴിഞ്ഞ് അലക്സാണ്ടറിൻ്റെ സമയമെല്ലാം കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ സമയമായപ്പോൾ ആ സ്ഥലത്തിന് ഹിന്നോം താഴ്വര എന്ന, വാലി ഓഫ് ഹിന്നോം എന്ന പേരാണ് ഇടുന്നത്. എന്നാൽ അത് അതിൻ്റെ ഗ്രീക്കിലെ അതിനകത്ത് ഗീഹന്ന എന്നുള്ളൊരു പേരായിട്ടാണ് അത് കാണുന്നത്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്ന നരകത്തിന്, ഹെല്ലിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡെല്ലാം അത് തന്നെയാണ്. ആണ് എപ്പോഴും അവിടെ തീ കാണും. ഈ വേസ്റ്റ് കൊണ്ടിട്ട് കത്തിക്കുന്നതുകൊണ്ട് എപ്പോഴും അവിടെ തീ കാണും. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അവിടെ എപ്പോഴും തീ കാണും എന്നുള്ളത്. എന്നാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഹെയ്റ്റ്സ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ദ പ്ലേസ് ഓഫ് ടെമ്പററി ടോർമെൻറ്റ്. അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ദ സോൾസ് ഓഫ് ദ ലോസ്റ്റ് ഗോ ഡയറക്ട്ലി ടു ദിസ് ഹെയ്റ്റ്സ്. യാതനാ സ്ഥലത്തേക്ക് ആത്മാക്കൾ പോകും, ഈ ടോർമെൻറ്റ് സ്ഥലത്തേക്ക്. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ അത് കാണാം. എന്നാൽ ഈ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻ്റ് ഉണ്ട്, അത് നമ്മളതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. വെള്ള സിംഹാസനത്തിൽ യേശുക്രിസ്തു ന്യായം വിധിക്കാൻ നേരത്ത് ഇവർ യാതനാ സ്ഥലത്ത് നിന്ന് വീണ്ടും ഇവർ ഈ സിംഹാസനത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഈ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വന്നിട്ട് അവരവരുടേതായിട്ടുള്ള പ്രതിഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യശിക്ഷാവിധിക്കുള്ള കാര്യങ്ങളെ പ്രാപിച്ച് അവർ പിന്നീട് പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഗഹന്ന എന്ന് പറയുന്നത്. സോ ഹെയ്റ്റ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഈസ് ലൈക്ക് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഷിയോൾ. രണ്ടും സെയിം ആണ്. ഒന്ന് ബ്രൂസിൽ പറയുന്നു, എബ്രായ ഭാഷ പറയുന്നു, ഒന്ന് ഗ്രീക്കിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പലയിടത്തും ഈ ഷിയോളിനെ ഗ്രേവെന്നും ഒക്കെ
പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രേവ് എടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നരകമില്ല എന്നും മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഉറങ്ങുകയാണെന്നും എന്നായിട്ടുള്ള തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളൊക്കെ ഈ നാളുകളിലുണ്ട്. അപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെയ്റ്റ്സ് അല്ലെങ്കിൽ ഷിയോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പാപികൾ പോകുന്നത്. അതാണ് യാതനാ സ്ഥലം എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കോടതി വിധിക്ക് മുമ്പ് സാധാരണ നമുക്കറിയാമല്ലോ, ക്രിമിനൽസ് കോടതി വിധിക്ക് മുമ്പ് അവരെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലാക്കും. നമുക്ക് അറിയാവുന്ന ഭാഷയെ പറയാനായിട്ടാണ്. അവരെ സബ് ജയിലിലാക്കും. എന്നിട്ട് സബ് ജയിലിൽ കിടന്നുകൊണ്ട് അവരെ ജാമ്യത്തിലെടുത്ത് പുറത്ത് കൊണ്ടുവരാൻ ഇപ്പം പ്രൊവിഷനുണ്ട്. എന്നാൽ സാധാരണ ജാമ്യമൊന്നും എടുത്തില്ലെങ്കിൽ അവർ സബ് ജയിലിൽ കിടക്കും. സബ് ജയിലിൽ കിടന്ന് കോടതി കേസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വിധിക്കും. വിധിച്ചു കഴിയുമ്പോൾ അവർ എന്താണ് അവരുടെ വിധി അനുസരിച്ച് അവർക്ക് ഉള്ള റിവാർഡ്, പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും. എന്ന് പറയുന്ന പോലെ ഈ ഹെയ്റ്റ്സിൽ അല്ലെങ്കിൽ ഷിയോളിൽ മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാക്കൾ അവിടെ ടെമ്പററി ആയിട്ട് അവിടെ കാണും. എന്നാൽ അൾട്ടിമേറ്റ്ലി അവരെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ അവർക്ക് പുനരുത്ഥാനം ഉണ്ടായി അവരെ നേരെ വെള്ളസിംഹാസനത്തിന് മുമ്പാകെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ന്യായം വിധിച്ചിട്ടാണ്, യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് അവരെ ന്യായം വിധിച്ചിട്ടാണ് അവരെ അൾട്ടിമേറ്റ്ലി ഈ ഗഹനയിലേക്ക് അയക്കുന്നതെന്ന് കാണുന്നു. നമുക്ക് ബൈബിളിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. സങ്കീർത്തനം 89:48 ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാണ്. ദാറ്റ് മീൻസ് എല്ലാവരും മരിക്കും. തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുള്ളൂ? കാരണം എല്ലാവരും മരിക്കും. അവിടെ പാതാളം എന്ന് പറയുന്നത് അവിടെ ഗ്രേവ് എന്നുള്ളൊരു മീനിങ്ങിലുമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ചില ഇൻ്റർപ്രിട്ടേഷനിൽ അത് ഹെയ്റ്റ്സ് എന്നും പറയുന്നുണ്ട്. തൻ്റെ പ്രാണൻ എല്ലാ മനുഷ്യരും മരിക്കും, അവരുടെ പ്രാണൻ ഹെയ്റ്റ്സിൽ പോകും എന്നുള്ളൊരു മീനിങ് പറയുന്നുണ്ട്. യോഹന്നാൻ 5:27 തൊട്ട് വായിക്കാം. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളുള്ളവൻ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. അവിടെ ക്ലിയറായിട്ട് അതിൽ പറയുന്നുണ്ട്, ന്യായവിധിക്ക് വേണ്ടി പുനരുദ്ധാനം വരുന്നു എന്നുള്ളതിന് നാഴിക വരുന്നു എന്നുള്ളത്. വെളിപ്പാട് പുസ്തകം 20 അധ്യായത്തിൽ ആ വലിയ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 20:11 തൊട്ടുള്ള വാക്യങ്ങൾ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനം അതിൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമി ആകാശം ഓടിപ്പോയി അവയെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. എന്നുവെച്ചാൽ ബാലന്മാർ തൊട്ട് വൃദ്ധന്മാർ വരെയുള്ള ആളുകൾ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടായി. അവർക്ക് അവർ ചെയ്ത പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവന് പ്രവൃത്തികൾക്ക് വിധിയുണ്ടായി. അപ്പോഴേ ഈ സമയത്ത് ഇവരെ വീണ്ടും കൊണ്ടുവന്ന് ഈ ഹെയ്റ്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഷിയോളിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ ഒരു അന്ത്യന്യായവിധി ഉണ്ടായി, ഒരു എറ്റേണൽ പണിഷ്മെൻറ്റ് അവിടെ വരുന്നതായിട്ട് കാണുന്നു. ഇനിയും ഈ ഹെല്ല് എവിടെയാണ്, സ്ഥലം എവിടെയാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്ക് വരും. ഇത് ഭൂമിക്കടിയിലാണോ ആകാശത്തിലാണോ എന്നൊക്കെയുള്ള ചിന്ത. ജനറലി നമ്മൾ ബൈബിളിലെ സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഹാർട്ട് ഓഫ് ദി എർത്ത് ആണ് സെൻട്രൽ പാർട്ട് എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ഇതിനെ നമ്മൾ കാണുന്നത്. യോന 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിലിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും എന്ന് പറഞ്ഞൊരു ഭാഗം ബൈബിളിലുണ്ട്. മത്തായി 12:40. അതുപോലെ തന്നെ നിൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്ന് പറഞ്ഞ ഭാഗം സങ്കീർത്തനം 16:10 അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കാണിക്കുന്നത് ഇങ്ങനെ ഒരു പാതാളത്തിൻ്റെ അവസ്ഥ ഭൂമിക്കടിയിലുണ്ട് എന്നുള്ളതാണ്. അത് ഈ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എഫേസ്യർ 4:9 പറയുന്നുണ്ട്, അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന്. അപ്പോഴിത്
യേശുക്രിസ്തു അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്ന ഭാഗവും ബൈബിളിൽ നമുക്ക് കാണാം. 1-2 വാക്യങ്ങൾ വേറെ വായിച്ച് കേൾപ്പിക്കാം. യെഹെസ്കേൽ പ്രവചനം 31-32 അധ്യായങ്ങളിലെ അസ്രിയയും ഈജിപ്തും രാജാവിന് എഗൻസ്റ്റായിട്ടുള്ള പ്രൊഫസികളാണ് പറയുന്നത്. അതിനകത്ത് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയ കാര്യം യെഹെസ്കേൽ പ്രവചനം 31-ന്റെ 14, 16, 18 വാക്യങ്ങൾ, 32-ന്റെ 18, 24 വാക്യങ്ങൾ പറയുന്നു. ഇവിടെ എല്ലാം തന്നെ ഷിയോൾ, ഹെയ്റ്റ്സ് എന്നുള്ള വേർഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാം ഇതിനകത്ത് പറയുന്ന എല്ലാം തന്നെ കുഴിയിലിറങ്ങുന്നവരെ പോലെ എന്ന് പറഞ്ഞ എല്ലാം തന്നെ കാണിച്ചിരിക്കുന്ന ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ആണ്, ഹാർട്ട് ഓഫ് ദി എർത്ത് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു ആശയത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, ഈ നരകം എന്ന് പറയുന്നത് ഭൂമിയുടെ അകത്താണ് എന്ന് വെച്ചാൽ ഭൂമിയുടെ താഴെയുള്ള അധോലോകം എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ വേറൊരു വേർഡാണ് ടാർട്ടറസ് എന്ന് പറഞ്ഞൊരു വേർഡ്. അത് അതിലും താഴെയുള്ള ഒരു ഭാഗമായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത്. പാപം ചെയ്ത ദൂതന്മാരെ അന്ധതമസിൻ്റെ ചങ്ങലയ്ക്കിട്ട് ന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. 2 പത്രോസ് 2:4 എന്ന് വെച്ചാൽ ഗ്രീക്ക് മിതോളജി അനുസരിച്ച് ദ പ്ലേസ് ഓഫ് പണിഷ്മെൻറ്റ് ഫോർ ദ മോസ്റ്റ് വിക്കഡ്, ഏറ്റവും വിക്കഡായിട്ടുള്ള ദൂതന്മാരെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഫോളൻ ഏഞ്ചൽസിനെ ന്യായവിസ്താരത്തിനായിട്ട് ഇട്ടിരിക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങനെയും പറയാം. ഇതെല്ലാം തന്നെ ഭൂമിക്കടിയിലായിട്ടാണ് ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വിശുദ്ധന്മാർ, നമ്മുടെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ദൈവത്തെ അറിയുന്ന ദൈവത്തിൻ്റെ മക്കൾ, പ്രത്യേകിച്ച് ആ ലാസറിൻ്റെ അനുഭവത്തിൽ നമുക്കറിയാം, അവനെ മരിച്ചിട്ട് അബ്രഹാമിൻ്റെ മടിയിൽ ചെന്നു എന്ന് കാണും. അവിടെ പാതാളത്തിലേക്ക് ഇറങ്ങിയതാണത്. അന്നേരം അവിടെ അന്ന് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ സ്വർഗീയ പർദീസയും പാതാള പർദീസയും, അങ്ങനെ തന്നെ പറയണം, പാതാള പർദീസ എന്ന് പറയണം, സ്വർഗീയ പർദീസ. അത് ചില പാരഡൈസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അത് നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അറിയാം. 16-ന്റെ 22 തൊട്ടുള്ള വാക്യങ്ങളിൽ ഇങ്ങോട്ട് വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. പക്ഷേ അതിന് 2ന്റെ ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഒരു യാതനാ സ്ഥലവും ഒരു പാരഡൈസും രണ്ടും അവിടെ തന്നെയായിരുന്നു. എന്നാൽ ബൈബിളിലെ പണ്ഡിതന്മാർ പറയുന്നത് അത് one place was the place of torment, one place was the place of blessing. അതായത് ഈ ടോർമെൻറ്റിൻ്റെയും അതിൻ്റെയും താഴെ ആയിരുന്നിരിക്കണം ഈ ടാർട്ടറസ് എന്നൊക്കെ പറയുന്ന സ്ഥലം, അതിൻ്റെയും താഴെ ആയിരിക്കണം. അതിന് ഈ ടോർമെൻറ്റ് പ്ലേസ് ലോവർ ലോവസ്റ്റ് 3 തട്ടായിട്ട് നമുക്കെടുക്കാം. അങ്ങനെയെങ്കിൽ ഈ യേശു മരിച്ച് ഈ പാതാളത്തിൽ ചെന്നിട്ട് ഈ പാതാള പർദീസെ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വിശ്വസിക്കും. യേശു മരിച്ചിട്ട് താഴെ ചെന്ന് ആ പാതാള പർദീസെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം ഒരു വാക്യം ഇതിനു വേണ്ടി റെഫറൻസിന് വായിച്ച് കേൾപ്പിക്കാം. എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യം. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങൾ ഇറങ്ങി എന്ന് വരുന്നില്ലേ? ഇറങ്ങിയവൻ സ്ഥലത്തേക്ക് നിറക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഇത് സിഗ്നിഫൈ ചെയ്യുന്നത് യേശുക്രിസ്തു മരിച്ചു കഴിഞ്ഞിട്ട് അവൻ പാതാളത്തിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരെ, യേശുക്രിസ്തുവിൻ്റെ ദൗത്യം അതിനുവേണ്ടി കാത്തിരുന്നവർ കുറേ പേരുണ്ടല്ലോ, യേശുവിനെ വരാനായിട്ട് കാത്തിരുന്നവർ മരിച്ച് പാതാള പർദീസയിലായിരുന്നു. അവിടെയായിരുന്നു അതിനെ ദൈവം ഉയരത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 12:3, 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അൺസ്പീക്കബിൾ വേർഡ്സ് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പറഞ്ഞുകൂടാത്ത കാര്യങ്ങളെ ഞാൻ കണ്ടു.
അവൻ ഉയരത്തിൽ പോയിട്ട് പറഞ്ഞുകൂടാത്ത കാര്യങ്ങളെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേ യേശുവിൻ്റെ പ്രവർത്തനം പൂർത്തിയായപ്പോൾ ഷിയോളിലുണ്ടായിരുന്ന വിശ്വാസികളെ മുഴുവൻ അവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ശരീരത്തിൻ്റെ ബന്ധത്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അന്നു മുതൽ വിശ്വാസികൾ മരിച്ചാൽ സ്വർഗീയ പറുദീസയിലാണ് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ക്രൂശിൽ മരിച്ച കള്ളനോട് പോലും യേശു പറഞ്ഞത്, നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്ന്. അപ്പോഴേ പാതാളത്തിൽ നിന്ന് ആ പറുദീസയെ യേശുക്രിസ്തു ഉയരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് ഈ വാക്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള 1-2 വാക്യം കൂടെ വായിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്യങ്ങളാണത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 5:8 വാക്യം ഇങ്ങനെയാണ്: ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. 6 വാക്യത്തിൽ ഞങ്ങൾ പരദേശിയായി ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ ശരീരത്തിൽ വസിക്കുമ്പോൾ, ഇത് ദൈവമക്കളെക്കുറിച്ചാണ് പറയുന്നത്, ശരീരത്തിൽ വസിക്കുമ്പോൾ അവർ കർത്താവിനോട് അകന്ന് പരദേശികളും ശരീരം വിട്ടു കഴിയുമ്പോൾ കർത്താവിനോട് കൂടെ വസിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. ഫിലിപ്പിയർ 1:23 ഇങ്ങനെയാണ് കർത്താവിനോട് കൂടെയുള്ള വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്. വിശുദ്ധന്മാർ മരിക്കുമ്പോഴേ കർത്താവിനോട് കൂടെ കാണും. കാരണം നേരത്തെ അവർ അബ്രഹാമിൻ്റെ മടിയിലായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ മടിയിൽ നിന്ന് യേശുക്രിസ്തു മരിച്ചുയർത്തുന്നതിന് ശേഷം അബ്രഹാമിൻ്റെ മടിയിലല്ല ഇപ്പോഴിരിക്കുന്നത്. ഇപ്പോൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് യേശുക്രിസ്തുവിനോടൊപ്പം ആയി എന്ന് നമ്മൾ കാണും. അതുകൊണ്ട് ആ വലിയൊരു ഷിഫ്റ്റ് അവിടെ വന്നു. പറുദീസയ്ക്ക് അവിടെ വലിയൊരു ഷിഫ്റ്റ് വന്നു. പുതിയ നിയമ വിശ്വാസികളായിട്ടുള്ള നമുക്ക് എന്നും കർത്താവിനോട് കൂടെ ഇരിക്കാനായിട്ടുള്ള, ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പരദേശികളായിരിക്കുമ്പോഴും കർത്താവിനോട് കൂടെയാണ്. എങ്ങനെയാണ്? ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളാണ്. എന്നാൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ കർത്താവിനോട് അകന്നിരിക്കുകയാണ്, പരദേശികളാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു. എന്നാൽ മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കർത്താവിനോട് കൂടെ നമ്മുടെ ശരീരം വിട്ടിട്ട് നമ്മൾ കർത്താവിനോട് കൂടെ വസിക്കും. ആത്മാവ് നമ്മളിൽ നിന്ന് കർത്താവിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. എന്നാൽ പാപികൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ഈ ഷിയോളിൽ അല്ലെങ്കിൽ ഹെയ്ഡ്സിൽ അവർ പോയി അവിടെ ഇങ്ങനെ നിത്യന്യായവിധിക്കായിട്ട് കാത്തിരിക്കുന്നു. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ ഇത് തൽക്കാലം നിർത്തുകയാണ്. നമ്മൾ തുടർന്നും ഈ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും നമ്മൾ ചിന്തിക്കും. ഈ നിത്യദണ്ഡനത്തിൻ്റെ സ്ഥലവും പാതാളത്തെക്കുറിച്ചും ഇനിയും കുറേ കൂടെ നമ്മൾ പറയാനായിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ നരകത്തിലെ ദണ്ഡന രീതികളും ഒക്കെ നമ്മളിതിനെ ചിന്തിക്കാനായിട്ടുണ്ട്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, നമ്മൾ ആരും തന്നെ ഒരിക്കലും ഇതിലേക്ക് പോവാതിരിക്കാനായിട്ട് നമ്മളെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് 2 കാരണമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം ഉണ്ടെന്ന് മാത്രം പറയാൻ പോലെ വിശ്വാസത്തിൽ തുടരുകയും നിലനിൽക്കുകയും ചെയ്യണം. വിശ്വാസം ഒരു ഈവൻ്റ് എന്നതിനൊക്കെ ഉപരിയായിട്ട് അതൊരു പ്രോസസ്സായി നമ്മുടെ ജീവിതത്തിൽ തുടരുകയും ചെയ്താലേ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കർത്താവിൻ്റെ വരവിലെ കാഹളം നാദം കേൾക്കുമ്പോഴേ നമ്മൾ എടുക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആരും നാശയോഗ്യരായി തീരാതെ ദൈവത്തിൻ്റെ നിരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവെ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ വിശ്വാസത്തിൽ വന്നിട്ടില്ല എങ്കിൽ കർത്താവെങ്കിൽ ഉറച്ച വിശ്വാസത്തിൽ വരുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. നീ ഞങ്ങൾക്കെല്ലാം അതിനോടുകൂടി കൊടുക്കും എന്ന് നീ തന്നിരിക്കുന്ന നിൻ്റെ വാഗ്ദത്തമുണ്ട്. കർത്താവെ, ചില ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ വളർച്ചയില്ലാതെ ഇരിക്കുന്ന ചില അവസ്ഥകൾ കണ്ടിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ വളർച്ചയിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില ശരീരത്തിലൊക്കെ ചില വ്രണങ്ങളും വ്യഥകളുമൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നു ആ കുഞ്ഞുങ്ങൾ. കർത്താവ് പ്രത്യേകിച്ചൊരു കുഞ്ഞിനെ കാണിച്ചു തരുന്നു. ദൈവമേ, ആ കുഞ്ഞിന് വലിയൊരു വിടുതൽ നീ കൊടുക്കുന്ന ദൈവമാണ് സ്തോത്രം. കർത്താവെ, നീ ആ കൊടുക്കുന്ന ആശ്വാസം
കർത്താവേ, പ്രാർത്ഥനയുടെ ഉത്തരമായി ആ വിശ്വാസത്തിൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നീ ആ വലിയ വിടുതൽ കൊടുക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പഠിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ ബുദ്ധിക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നതൊന്നും ഓർത്തിരിക്കുന്നില്ല, മറന്നു പോകുന്ന അവസ്ഥ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോൺസെൻട്രേഷൻ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കോൺഫിഡൻസ് ഇല്ലാതെ ഇനി പഠിക്കാനായിട്ടല്ല, ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടുകൂടി പഠിക്കുവാനായിട്ട് കർത്താവേ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ വിജയം ഈ ദിവസങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ടുള്ള വ്യഥയായിരിക്കാം, എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവേ, നീ ഈ സമയത്ത് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹങ്ങളെ കർത്താവേ നീ അവർക്ക് കൊടുത്തിരിക്കുന്ന ഓർത്ത സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കണം. പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ ഷെയർ ചെയ്താൽ ഒരു ടീമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.